പൊത്തൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ട പപ്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഐസ് കോൾഡ് വാട്ടറാണ് വേണ്ടത്. നല്ലപോലെ തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1/2 കപ്പ് പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി ലൂസായിട്ടുള്ള മാവ് ആകരുത്. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് കട്ടിയുള്ള മാവായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ കൊണ്ട് ഒന്ന് മൂടി കൊടുക്കാം. ടവൽ നനച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടേ മൂടി കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ഞാൻ എടുത്തത്. 1/4 കിലോ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞതിന് ശേഷമാണ് 1/4 കിലോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉപ്പ് കുറവായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 250 ഗ്രാം മൈദയ്ക്ക് 125 ഗ്രാം മാർജറിനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് പൊടി തൂകിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാക്സിമം പരത്താവുന്ന അത്രയും വലുതാക്കി തന്നെ പരത്തിയെടുക്കുക. കഴിവതും റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്താൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് എളുപ്പം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പകുതി മാർജറിൻ ഒരേ കനത്തിൽ വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴേക്കും ഓരോ ലെയറിലും മാർജറിൻ ആയിക്കോളും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് വലിച്ച് ഒന്ന് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് പരത്തുമ്പോഴേക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് ലാസ്റ്റ് വെച്ച ഭാഗം മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തുമ്പോഴേക്കും വളരെ മയത്തിൽ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കും പിന്നെ സെൻറ്ററിൽ നിന്ന് താഴത്തേക്കും ആയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാർജിനും കൂടെ നമുക്ക് ഒരേ കനത്തിൽ തേച്ച് കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റം കുറച്ച് കുറവാണെങ്കിൽ വീണ്ടും നമ്മൾ വലിച്ച് നന്നായിട്ട് വെക്കണം. നമ്മൾ ലാസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഭാഗം അതിൻ്റെ തുറന്ന ഭാഗം മുകളിലത്തേക്ക് വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ വീണ്ടും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ 2 പ്രാവശ്യം കൂടെ നമുക്കൊന്ന് പരത്തിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു ലെയറായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പഫ് പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നനഞ്ഞ ഒരു തുണി കൊണ്ട് വേണം മൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ മയത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സൈഡുകൾ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. എങ്കിലേ ഇത് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഞാനൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം.
മുട്ട നമ്മൾ നൂലുകൊണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല കറക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ ഓരോ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കൈ കൊണ്ട് പതുക്കെ വെച്ച് കൊടുത്താൽ മതി. ഇനി അത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പപ്സിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എഗ് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ യോക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി പപ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. വളരെ നേർത്ത ഒരു ലെയറായിട്ട് ഒന്ന് നമ്മൾ മുട്ട എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പോൾ 220 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതതിൻ്റെ നമ്മൾ മുറിച്ചെടുത്ത പീസാണ്. അപ്പോൾ അതൊരു 15 to 20 മിനിറ്റ്സിൻ്റെ ഇടയ്ക്കേ ആവത്തുള്ളൂ. അതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പഫ് പേസ്ട്രിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.